ഓൾ ഇന്ത്യ കാർ ലൈഫിൻ്റെ 8ാമത്തെ ദിവസമായിരുന്നു. 7ാമത്തെ സംസ്ഥാനമായ ഹരിയാനയിലെ ഡൽഹിയിൽ, ഇന്ത്യൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ഞാൻ താജ്മഹൽ എങ്ങനെയാണോ ഞാൻ കണ്ടു നിന്നത് അതേ ഒരു അവസ്ഥ തന്നെ ഇവിടെ നിൽക്കുന്നത്. ഡയറക്റ്റ് എവിടെ ഉള്ളതെന്നുള്ളത് ഞാൻ ഒന്ന് നോക്കിയാൽ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ ഇത് രണ്ട് പോയേക്കാം. ബാക്കി മെമ്മോറിയലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എന്താ പറയുക എനിക്കറിയാം. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് രാഷ്ട്രപതി ഭവന്, പിന്നെ ഇന്ത്യ വാർ മെമ്മോറിയൽ, എല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെ 20ഓളം ബിൽഡിങ്ങുകളാണ് ഈ കോമ്പൗണ്ടിൽ ഉള്ളത്. അതായത് ആ തല മുതൽ ഈ തല വരെ ഒരു രക്ഷയില്ല. എനിക്ക് എങ്ങനെ പറയേണ്ടത്, എങ്ങനെ വിവരിക്കാൻ എനിക്കറിയില്ല. കാരണം ഭയങ്കര എന്താ പറയുക, വളരെ സന്തോഷത്തിലുള്ള ഇത് കണ്ടിട്ടുള്ള ഇത്ര കാലത്താഗ്രഹം അല്ലേ. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്കിലേക്ക് എത്തി. അതിൻ്റെ ബാക്കിലും ഇത് കുറേ മാറ്റമാണല്ലോ വരുന്നത്. അതിൻ്റെ ബാക്കിലേക്ക് എത്തി. ഇതിൻ്റെ ഇവിടാണ് ഇന്ത്യ മെമ്മോറിയൽ. സമയം ഇപ്പം 5:45 വൈകിട്ട്. ഫുൾ നല്ല ക്രൗഡാണ്, ഫുൾ ജനങ്ങളുള്ളത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റേഷനൊക്കെയാണ് സല്യൂട്ട് നോക്കിയിട്ട് ഇന്ത്യ ഗേറ്റിനെ നോക്കിയിട്ട് സല്യൂട്ട് ചെയ്യണേ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയാണ്. നമ്മളൊക്കെ ഒരു ഭാഷയെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണം. അത്രയും എന്താ പറയുക, അത്രയും രസമായിട്ട് അടിപൊളി. എന്ത് കാഴ്ചയാണത്. നമ്മൾ ഇപ്പോൾ ഇവിടെ താജ്മഹൽ കണ്ടിട്ട് നമ്മൾ ആഗ്രഹം ഇപ്പോൾ വരണ വഴിയാണ്. ഈ വന്നിട്ട് റൂമൊന്നും എടുത്തിട്ടില്ല, റൂമൊക്കെ എടുക്കാൻ പോകുന്നുള്ളൂ. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് പോണ വയ്ക്കത് പാർക്ക് ചെയ്തിട്ടൊന്ന് നോക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ ഹെഡ്ഫോൺ എടുത്തിട്ടില്ല, ട്രൈപോഡ് എടുത്തിട്ട് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വന്നൊന്ന് നോക്കി പക്ഷെ വന്ന സമയമുണ്ടല്ലോ ഒരു രക്ഷയില്ല, അടിപൊളി. കാരണം ലൈറ്റ് ഇടുന്ന സമയമാണ്. ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഈ ഫ്ലാഗും കാര്യങ്ങളും കാണാൻ പറ്റുള്ളൂ. ഈ ലൈറ്റിലാണ് കൂടുതൽ രസം ഭംഗിയിലത് കാണുന്നത്. ഇപ്പോൾ നാളെ രാവിലെ എന്താണെന്നുള്ളത് നമ്മൾ നാളെ രാവിലെ വരുന്നുണ്ട്. രാവിലത്തെ വ്യൂ വേറെ ടൈപ്പ് ആയിരിക്കും. ഇപ്പം ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ എന്താ പറയുക, ഈ ലൈറ്റ് ഇട്ടുകൊണ്ടുള്ള അടിപൊളി വ്യൂസ് അവിടെ കാണുന്നത്. ഇവിടുന്ന് ഇതിനെ തൊട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ 24 ബിൽഡിങ്ങുകളും ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ ഈ ഏരിയ തന്നെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇപ്പം രാഷ്ട്രപതി ഭവന് ഇതിനും അപ്പുറത്തെ കളയും. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. വിശക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കണം, ഹോട്ടലിൽ നോക്കണം, ഒരുപാട് ചെയ്യാനുണ്ട്. കുറച്ചൊരു അരമണിക്കൂർ കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി നാളത്തേക്ക് വെച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. പാവഭോജി ഒരുപാട് ഞാൻ കണ്ടിരിക്കുന്നു. ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. സാധനം അല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ അറിഞ്ഞിക്കാറില്ല. ഞാൻ ഒരിക്കലും കഴിക്കാത്ത സാധനം പാവഭോജി. അതിപ്പോൾ ഒന്ന് ട്രൈ നോക്കാൻ പോട്ടോ. പാവഭോജി हाँ बोल दी ऑर्डर बोला. बटर
മേക്കിംഗ് ആണ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട് കേട്ടോ സാധനത്തിൻ്റെ ഇത് കണ്ട നല്ല നല്ല വൃത്തിയുണ്ട്. അവൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയുണ്ട്. അവന് ഇതുമാതിരി നല്ല വൃത്തിയുള്ള ഒരു കൗണ്ടർ. അവൻ്റെ പരിസരം നല്ല വൃത്തി. മൊത്തം ഒരു ഇതൊക്കെ നമ്മൾ മറ്റേ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കണ്ട ഒരു സ്ട്രീറ്റ് അല്ലത്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഡൽഹിക്ക് അതിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് മൊത്തം. അടിപൊളി. ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ആ ബോൾ ഓർഡർ പോരാ ഞാൻ 5 മിനിറ്റ് സെയിം സോറി. നല്ല സ്ട്രീറ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ പൈസ കൊടുക്കാം. സ്ട്രീറ്റ് ഫുഡ് ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഭാഗത്തല്ല കുറേ സൈഡിലേക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഭാഗത്തേക്കാണ് ഉള്ളത്. അതുകൊണ്ട് വേറെ തന്നെ ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സ്ട്രീറ്റ് നല്ല വൃത്തിയുണ്ട്. സ്ട്രീറ്റ് ഫുഡ് നല്ല വൃത്തിയാകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ യു പിയിലോ കണ്ട ആ ഒരു അന്തരീക്ഷമല്ല ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നിടത്തൊക്കെ. എല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പെട്ടത്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഡൽഹിയിൽ തന്നെ ഉള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഡൽഹി വന്നത്. ഇപ്പോൾ പാർഗഞ്ച് എന്നുള്ള സ്ഥലത്താണ്. പാർഗഞ്ചിലാണ് ഇപ്പം റൂം എടുത്തത് ഇന്നലെ. ഇന്നലെ റൂമിനൊക്കെ അധികം റേറ്റൊന്നും പറയാൻ പറ്റില്ല. എന്നാലും റേറ്റ് ഇന്നലെ 2200 ആയി റൂമിന്. പാർഗഞ്ചിൽ ഡൽഹിയിൽ എങ്ങനെ വേണമെങ്കിൽ റൂം എടുക്കാൻ പാർഗഞ്ച് ഭാഗത്തിന് വരണം. അതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ കംപ്ലീറ്റ് റൂമുകളൊക്കെ ചീപ്പാണ്. പിന്നെ നമ്മളൊരു മാർക്കറ്റാണ്. എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാ കണ്ടും വില കുറവാണ് ഈ ഭാഗത്ത്. ഈ ഭാഗത്താണ് സാധാരണക്കാർ കൂടുതലുള്ളത്. ഈ ഭാഗത്തിനാണുള്ളത്. ഒരു പുതിയ സ്റ്റാൻഡ് പാളയം എന്നുള്ളത് ആ ഒരു ഏരിയ മാറ്റി നടക്കുമ്പോൾ അടിപൊളിയാണ്. അത് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, പ്രശ്നമില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് മണാലിയിലേക്കുള്ള യാത്രയാണ്. അതിന് മുന്നേ ഡെറാഡൂണിലൊന്നും തങ്ങണം. ഡെറാഡൂണിൽ എന്നിട്ട് ആളെ കാണാനുണ്ട്. അപ്പോൾ ഡൽഹിയിലെ ബാക്കിയുള്ള യാത്രകളും ബാക്കിയുള്ള കാഴ്ചകളും കണ്ട് യാത്ര തുടരാം. റൂമിൻ്റെ കുറച്ച് മുന്നോട്ട് വന്നാൽ തന്നെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷന് ഭയങ്കര ഇതാണ്, സെക്യൂർ ഉണ്ട്. റൂമിലേക്ക് ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം കയറാൻ സാധാരണ കാണാൻ പറ്റില്ല. ഗേറ്റൊക്കെ ഫുള്ള് ഗ്രില്ല് വെച്ചിട്ടുള്ള ഗേറ്റാണ്. പ്ലാറ്റ്ഫോം 1 ഉള്ളത്. ഇവിടുത്തെ രാജധാനി എക്സ്പ്രസ് ആണ് സർനാഥ് ജയന്തി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഗേറ്റ് കണ്ടില്ലേ? ഗേറ്റൊക്കെ കംപ്ലീറ്റ് ലോക്കാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറാനും ഇതൊന്നും പറ്റില്ല. നല്ല സെക്യൂരിറ്റി ഉണ്ട്. ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സ്റ്റേഷനിലേക്ക് കയറ്റുന്നുള്ളൂ. ന്യൂഡൽഹി വലിയ സ്റ്റേഷനിലാണോ? 16 പ്ലാറ്റ്ഫോം ഉണ്ട്. അത് 16 പ്ലാറ്റ്ഫോം ഉള്ളത്. It's reported running late by 2 hours 55 minutes from its scheduled time. It is ഈ ഭാഗത്താണ് ഇതിൻ്റെ കാർഗോ ലഗേജുകൾ കംപ്ലീറ്റ് വരുന്ന ഇതുള്ളത്. കിച്ചന്
16ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്താണ് കാർഗോ ടെർമിനൽ. അത്യാവശ്യം തിരക്കുന്നുണ്ട്. 1, 2, 3 നല്ല തിരക്കാണ്. ഈ 16 ഇതിൽ കയറുമ്പോൾ പിന്നെ ഇത് ഇൻ്റർസിറ്റി ഇവിടെ മാത്രം ഇൻ്റർസിറ്റി സെക്ഷൻ വരുന്ന ട്രെയിനാണ്. ഇന്ത്യൻ റെയിൽവേൻ്റെ ബസ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല, ഒരു രക്ഷയില്ല. മാറിയിട്ട് നിൽക്കാനാണ് സ്മെല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കിയൊക്കെ ഇപ്പോൾ ഇവിടെ വെള്ളത്തിൽ കേൾക്കുന്നുണ്ട് ഫുള്ളായിട്ട്. എന്നാലും ഇത് വരുമ്പോൾ ഫുള്ള് ചെക്കിങ്, അവിടെ ലഗേജ് ചെക്കിങ് പുറത്തേക്ക് എത്തി. കംപ്ലീറ്റ് ടിക്കറ്റ് കംപ്ലീറ്റ്. മെയിൻ എൻട്രൻസ് അപ്പുറം വരുന്നത്. ടാക്സി ടാക്സി സ്റ്റാൻഡ്. അത് എക്സിറ്റ് 2 ഇറങ്ങിയ സ്റ്റേഷനിൽ പുറത്ത് റിക്ഷകൾ കാണാം. ഈ ട്രെയിനിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന ആൾക്കാർ ന്യൂഡൽഹിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ മുന്നിൽ തന്നെ പിന്നെ ഓട്ടോന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, നടന്നാൽ മാത്രം മതി. പാൽഗഞ്ചിയിൽ തന്നെയാണ് ന്യൂഡൽഹി സ്റ്റേഷനുള്ളത്. അവിടെ ഒരു മുന്നോട്ട് കുറച്ച് നടന്നാൽ തന്നെ ഫുള്ള് ഹോട്ടലാണ്, കംപ്ലീറ്റ് മാർക്കറ്റാണ്, ഫുള്ള് ഹോട്ടൽ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ അവിടുന്ന് ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ല, റിക്ഷ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്രെയിനിൽ വരാമെന്നുണ്ടെങ്കിൽ. ഹോട്ടൽ ഇന്നലെ ഞാൻ ന്യൂഡൽഹി എത്തുമ്പോൾ 5 മണി കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. 5 മണി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെതായ തിരക്കും ഓൾറെഡി ന്യൂഡൽഹി ട്രാഫിക് കൂടുതലാണ്. ഞാൻ ഈ 5 മണി കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ 5 മണിക്ക് ഞാൻ എത്തുന്നത് മറ്റേ ഇന്ത്യ ഗേറ്റിനുമില്ല. അവിടുന്ന് നമ്മൾ വരുന്ന സമയത്ത് 8 മണി ആയിരിക്കും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അങ്ങനെ ലൊക്കേഷൻ ഇട്ടിട്ട് വരുന്ന സമയത്ത് രാത്രിയാണ്, അറിയാത്ത സ്ഥലമാണ്. അപ്പോൾ വണ്ടിയിട്ട് വരുമ്പോൾ കുറച്ച് ഈ ഇപ്പോഴത്തെ ട്രാഫിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഓടിക്കാൻ ട്രെയിൻ ചുറ്റിന്. ഇതുകൊണ്ട് എനിക്ക് 4 വഴിക്ക് വണ്ടി വന്ന് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടത്. അപ്പോൾ ഒരു പാർക്കിംഗ്, ചെറിയൊരു പാർക്കിംഗ് കിട്ടിയപ്പോൾ ആ പാർക്കിങ്ങിട്ട് ഫസ്റ്റ് ഹോട്ടൽ ഏതാണോ കണ്ടത് ആ ഹോട്ടലിൽ കയറി സംസാരിച്ചപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ ഞാൻ നോക്കാനില്ല. കാരണം പുതിയ വണ്ടിയല്ല, വണ്ടിക്ക് എനിക്ക് തച്ചലോ പിടിച്ചലോ എന്നുള്ള ലെവലിൽ ഞാൻ വേഗം അവിടെ സൈഡാക്കിയിട്ട് പിന്നെ ഹോട്ടലൊന്നും വേറെ നോക്കാനൊന്നുമില്ല എടുത്തത്. ഒരു പക്ഷേ നമ്മൾ അങ്ങനെ വണ്ടിയൊന്നുമല്ല ട്രെയിനിലേക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഒരുപാട് നോക്കാൻ. കാരണം ആ റെയിൽവേ സ്റ്റേഷൻ വഴി തുടങ്ങുന്ന മുതൽ ഈ ലൈൻ മൊത്തം ഹോട്ടലുകളാണ്. ഇപ്പോൾ കണ്ടമാനം ഹോട്ടലുകളുണ്ട്. നമുക്ക് ഉള്ളിലേക്കുണ്ട്, ഡോർമെറ്ററി ഉണ്ട്, പിന്നെ പല തരത്തിലുള്ള ഒരു ചെറിയ റെസ്ട്രിക്ഷനായിട്ടുള്ള അങ്ങനത്തെ റൂമുകളിലൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഫാമിലി ഇല്ലയെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടും. ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു വേറെ തന്നെ. കുറേ ആൾക്കാർ ബുക്ക് ചെയ്ത് ഫാമിലിയായിട്ട് വരുമ്പോൾ ബുക്ക് ചെയ്ത് വരണം നല്ലത്. ബുക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ സീസൺ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. റൂം അങ്ങനെ കണ്ടമാനം കിട്ടാണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞത് എപ്പോൾ നോക്കിയത് ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടി റേറ്റ് കുറവായിട്ട് എനിക്ക് കിട്ടിയത്. ഞാൻ 2 ഹോട്ടലിൽ ഇപ്പോൾ ഒന്ന് താമസിച്ച് 2 റേറ്റ് കുറവായിട്ട് എനിക്ക് കിട്ടിയത്.
ബുക്ക് ചെയ്ത് നമ്മൾ ഇതിൽ മേക്ക് മൈ ട്രിപ്പിൽ നോക്കണേക്കാട്ടിയും എത്രയോ പൈസ കുറവായിട്ട് കിട്ടിയത്. ദില്ലി ബസ്സാണ്. ബസ് എല്ലാ സ്ഥലത്തും പോലെ തന്നെ നടു റോഡിലാണ് നിർത്തിക്കണം. കുറേ ഇപ്പുറത്ത് കയറ്റാൻ നിർത്താണ്ട് ഇവിടെ നിർത്താതെ നടു റോഡിൽ തന്നെ നിർത്തിക്കണം. ബാക്കിൽ വണ്ടിയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാക്കി അല്ലേ, അതായത് ബസ് വണ്ടിയൊക്കെ ബ്ലോക്കാക്കിയത് നടു റോഡിൽ തന്നെ നിർത്തിയപ്പോൾ മനസ്സിലായി. എന്തല്ലേ ഇത്രയും ട്രാഫിക് ഉള്ള ഇപ്പോൾ രാവിലെ 8 മണി ആവുന്നുള്ളൂ, എന്നിട്ടും തിരക്കാണ് റോഡിലൊക്കെ. ഈ സമയത്ത് എങ്കിലും ബസ്സൊക്കെ നിർത്തുമ്പോൾ സൈഡാക്കി എത്ര വീതിൻ്റെ റോഡ് നല്ല വീതിയുണ്ട്, എന്നാലും ഒന്ന് സൈഡാക്കി നിർത്തിയിട്ട് ആളെ കയറ്റിട്ട് പോകാൻ എന്ത് സുഖമാണ്. അത് സെൻറ്ററിൽ നിർത്തിയിട്ട് ബാഗിലെല്ലാ വണ്ടി പോയിട്ട് നിൽക്കാം. അത് ഈ ബസ്സിൻ്റെ ഒരു ബസ് ഡ്രൈവർമാരൊരു മെൻറ്റാലിറ്റിയാന്ന് തോന്നുന്നത്. അധിക സ്ഥലത്ത് കാണാം, നാട്ടിലേക്ക് കാണാം. നമ്മളെ കാണാൻ ഓണടിച്ച് കാണാൻ സ്പീഡിൽ വരും. അഥവാ നമ്മൾ സൈഡാക്കി കൊടുക്കും, ഓണൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നേരെ മുന്നിൽ ഒന്ന് വെട്ടിച്ചോട്ടോ നടക്കി നിർത്തിയിട്ട് അവരെ സൈഡാക്കി നിർത്തിയിട്ടേക്ക്. പിന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് ആ ഡ്രൈവറിനെ അറിയാം. എന്നാലും ഡ്രൈവർ എന്താക്കൂ, ആ ഓണടിച്ചിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് മഞ്ചേരി ഭാഗത്തുള്ള ബസ്സുകൾ വളരെ ഡേഞ്ചറിലാണ് അവിടെ മറ്റേ ഡ്രൈവിങ്. സത്യത്തിൽ നമ്മൾ നാട്ടിലൊക്കെ ഡ്രൈവർ ആകുമ്പം ശരിക്കും നമ്മൾ പേടിച്ചു അല്ലേ. AC ബസ്സാണല്ലോ പോണേ ഇതിൽ കൂടെ തന്നെ. ഞാൻ ഈ ഹോട്ടലിൽ താമസിച്ചില്ല, ഹോട്ടൽ ടുഡേ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടാണ്, മാക്സിമം ഫുട്പാത്തിൽ തന്നെയാണ്. അടുപ്പിച്ച് നിർത്തുക, വണ്ടി തികയാനായിരുന്നു. അടുപ്പിച്ചിട്ടായി വണ്ടി നിർത്തി. ഇതൊക്കെ അത്യാവശ്യം പേടിക്കാനൊന്നുമില്ല, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഇവിടെ. സെക്യൂരിറ്റി എപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാനിപ്പോൾ പുതിയ പാർലമെൻറ്റ് ബാക്ക് സൈഡിലുള്ളത്. ഇവിടെ വന്നപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ आपका नाम क्या है? मिंटो भाई का मैं जय का मिंटो भाई क्या हेल्प करता हमको क्या ना, पार्किंग इधर बहुत मैं आधा घंटा ढूंढ रहे हैं. हिंदी में बोल सकते. ഞാനിപ്പോൾ പുതിയ പാർലമെൻറ്റ് ബാക്ക് സൈഡിലുള്ളത്. ഇവിടെ വന്ന സമയത്താണ് മനസ്സിലായത് ഇവിടെ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാവുന്നില്ല, പാർക്കിംഗ് ഉണ്ട്, പക്ഷെ എവിടെയാണെന്നുള്ള കറക്റ്റായിട്ട് ശരിക്കും മനസ്സിലാവില്ല. ഇവിടെ വന്ന ഒരു ഓട്ടോ ഡ്രൈവറായ നമ്മൾ മിൻറ്റു ഭായിനെ കണ്ട്. मिंटू भाई कैसे? अच्छा अच्छा है. हम इधर का गाइड है. माशाल्लाह. तो ये गाइड भी है, इधर का ड्राइवर भी है. അപ്പോൾ ഇവർ ഗൈഡുമാണ് ഡ്രൈവറാണ്. അപ്പോൾ മൂപ്പർ എനിക്ക് ഇതര പാർക്കിങ്ങിൻ്റെ സെക്ഷനിൽ കൊണ്ടുതരാം, ചെറിയ പൈസ പറയുള്ളൂ, കൂടുതൽ പൈസ കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മൂപ്പർ വണ്ടിയിൽ കയറി റൗണ്ട് ഇട്ടിട്ട് നേരെ നമ്മൾ പാർക്കിങ്ങിൻ്റെ പുതിയ പാർലമെൻറ്റ് ആ പാർക്കിങ്ങിൽ കൊണ്ടു നിർത്തുന്നത്. ഞാൻ കുറേ നേരം 6 മണിക്കൂറിന് മേലെ ഇന്നലെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടി ഒരു പുതിയ പാർലമെൻറ്റ് ബാക്ക് സൈഡിലപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. गाड़ी इधर पार्किंग है. हाँ मैं गाड़ी इधर रखा. 1 मिनट के लिए मेरे रिक्शा पे बैठो, हम तेरे को फोटो करा के. ओके थैंक यू. अब मुन्ना अल्लाह कर